പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാതെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഇടക്കാല ബജറ്റിൽ വോട്ട് ഓൺ അക്കൗണ്ട് അടക്കം ചില നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ ജൂലൈയിലുള്ള പുതിയ ബജറ്റിൽ വ്യക്തമായ മാർഗരേഖയായി കൊണ്ടുവരുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. രാജ്യത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ധനമന്ത്രി പുതിയ ഇടക്കാല ബജറ്റിൽ ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. പാവപ്പെട്ടവർക്കും യുവാക്കൾക്കും വനിതകൾക്കും കർഷകർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് താൻ അവതരിപ്പിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ ഉന്നമനം രാജ്യത്തിൻ്റെ ഉന്നമനമായി താൻ കരുതുന്നുവെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അതേപോലെ തന്നെ ബഹുമുഖ ദാരിദ്ര്യം രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനാകുന്ന നടപടികൾ സ്വീകരിക്കും. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നത് വീണ്ടും തുടരും. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി 44 ലക്ഷം കോടി രൂപ ഇതുവരെ ജൻധൻ യോജന അക്കൗണ്ടുകളിലൂടെ നിരവധി പേരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ധനമന്ത്രി പറഞ്ഞു. അതുപോലെ തന്നെ 2047 1947 സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം 100 വർഷം, അതായത് ഒരു നൂറ്റാണ്ട് തികയ്ക്കുമ്പോൾ 2047 വികസിത രാജ്യം ആകും. അതിനായുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ ബജറ്റുകളിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ധനമന്ത്രി ബജറ്റ് പ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഇതുവരെയുള്ള ബജറ്റുകൾ, അതായത് 2014 വരെയുള്ള ബജറ്റുകളിൽ രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നു സാമൂഹ്യ നീതിയെങ്കിൽ ഇത് സർക്കാരിൻ്റെ ഏറ്റവും ആവശ്യമായ മാതൃകയായി 2014 മുതൽ NDA സർക്കാർ കരുതുന്നു. വികസനം എല്ലാവരിലേക്കും എത്തിക്കുക, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലൂടെ സമഗ്ര വികസനം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനു വേണ്ടിയും സാമൂഹിക ഉൾച്ചേർക്കൽ, ഭൗമ ഉൾച്ചേർക്കൽ, അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനമാണ് സർക്കാരിൻ്റേത് എന്ന് പ്രത്യേകം ധനമന്ത്രി പ്രഖ്യാപിച്ചു. യുവാക്കൾക്കും വനിതകൾക്കും നാരീശക്തി എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലൂന്നിക്കൊണ്ട് വനിതകൾക്ക് വേണ്ട ചില വികസന പദ്ധതികൾ, അതേപോലെ തന്നെ വനിതാ സംരംഭകർക്ക് കൂടുതൽ വായ്പകൾ എത്തിക്കുക. ഇതുവരെയുള്ള മുദ്രാ വായ്പകളിൽ 30 കോടി മുദ്രാ വായ്പകൾ വനിതാ സംരംഭകർക്കാണ് എത്തിച്ചു കൊടുത്തതെന്ന് ധനമന്ത്രി ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ യുവിൻ എന്ന് പറയുന്ന പോർട്ടലിലൂടെ വാക്സിൻ എല്ലാവർക്കും എത്തിക്കുക. പ്രത്യേകിച്ച് സെർവിക്കൽ ക്യാൻസർ രാജ്യത്ത് കൂടുതൽ ആണ് എന്ന കണക്കുകൾ വരുമ്പോൾ പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ അത് പ്രതിരോധിക്കാനുള്ള വാക്സിൻ ചെറിയ പ്രായത്തിൽ തന്നെ നൽകുക എന്ന ഒരു പ്രഖ്യാപനവും ഇവിടെ ഈ ബജറ്റിൽ ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. യുവാക്കൾക്ക് വേണ്ടി മുദ്രാ ലോൺ സ്കീം വീണ്ടും തുടരും എന്ന പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ, 2047 വികസിത ഇന്ത്യ, അതിനുവേണ്ടി 4 പ്രധാന വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന നിലയിലാണല്ലോ ധനമന്ത്രി ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ദരിദ്രർക്ക്, യുവാക്കൾക്ക്, അന്നദാതാക്കളായ കർഷകർക്ക്, അതേപോലെ തന്നെ വനിതകൾക്ക്. അതേസമയം വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ജൂലൈയിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു നട്ട്ഷെല്ലിൽ പറയുകയാണെങ്കിൽ ഈ ബജറ്റിന്റെ ഹൈലൈറ്റുകളായി പറയാൻ സാധിക്കുന്നത്? ക്രിസ്റ്റീന പറഞ്ഞത് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയമാണ്. ഈ ബഡ്ജറ്റിന്റെ രാഷ്ട്രീയമാണ് ധനമന്ത്രി അതിലൂടെ വ്യക്തമാക്കിയത്. കാരണം ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്ത് തന്റെ അഭിപ്രായത്തിൽ ഈ 4 ജാതികളെ ഉള്ളൂ എന്നാണ്. ആ 4 ജാതികളുടെ ക്ഷേമം ആണ് ഇപ്പോൾ സർക്കാർ പുതിയ ഈ ഇടക്കാല ബഡ്ജറ്റ് വഴി മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നതാണ്. അതിൽ വളരെ കൃത്യമായിട്ട് ഉള്ള ഒരു രാഷ്ട്രീയ അജണ്ടയിലൂന്നിയ ഒരു ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് ആമുഖമായി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല. ഇതിന്റെ ഒരു പ്രഖ്യാപനത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് പറഞ്ഞ് പോകാം. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല, പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല എന്നത് ആശ്വാസമായിട്ട് നമുക്ക് ആ ഘട്ടത്തിൽ കണക്കാക്കാനായിട്ട് സാധിക്കും. ഈ വ്യത്യസ്ത മേഖലകളെ പരിശോധിച്ചാൽ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകരുടെ വികസനത്തിന് അടക്കമുള്ള പദ്ധതികൾ, അത് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണകരമാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരും. ലക്ഷദ്വീപ്, ഈ സമീപ നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി മാറിയ ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യത വളർത്തും എന്ന പ്രഖ്യാപനമാണ്
ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും എന്ന പ്രഖ്യാപനവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. 3 പുതിയ റെയിൽവേ ഇടനാഴികൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ വിമാനത്താവളങ്ങൾ നിലവിലുള്ളത് നവീകരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. വന്ദേ ഭാരത് നിലവാരത്തിൽ 40,000-ഓളം ബോഗികൾ നിർമ്മിക്കും എന്ന പ്രഖ്യാപനവും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. 1 കോടി വീടുകളിൽ കൂടി സോളാർ പദ്ധതി വ്യാപിപ്പിക്കും. മത്സ്യസമ്പദ് പദ്ധതി വിപുലമാക്കും. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കും. നിലവിലുള്ള ഈ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി പരിശോധിച്ച് അവയെ മെഡിക്കൽ കോളേജ് ആക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊള്ളും. ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ എന്നിവരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. PMAY 3 കോടി വീടുകൾ യാഥാർത്ഥ്യമാക്കി. ഇനി 2 കോടി കൂടി യാഥാർത്ഥ്യമാക്കും എന്ന് ധനമന്ത്രി പറഞ്ഞു. 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകിയെന്ന അവകാശവാദം ധനമന്ത്രി ഇട്ടു. അമൃതകാലത്തിന് ശക്തമായിട്ടുള്ള അടിത്തറയാണ് ഉണ്ടായിരിക്കുന്നത്. 4 കോടി കർഷകർക്ക് വിള ഇൻഷുറൻസ് നൽകാനായി എന്ന ഒരു അവകാശവാദം ധനമന്ത്രി നടത്തി. 2027 വികസിത ഭാരതമാണ് ലക്ഷ്യമെന്ന് ധനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക രംഗത്ത് 10 വർഷങ്ങളിലൂടെ ഗുണപരമായിട്ടുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. തൊഴിലിടത്തെ സ്ത്രീ പങ്കാളിത്തം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് വലിയ വിജയം കണ്ടു എന്ന് ധനമന്ത്രി പറഞ്ഞു. മോദിയുടെ ഭരണത്തിൽ രാജ്യം കുതിച്ചു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ധനമന്ത്രി പറഞ്ഞു. അടുത്ത ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ബഡ്ജറ്റ്, നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റ് 2024 ജൂലൈയിൽ അവതരിപ്പിക്കും എന്നും ധനമന്ത്രി പറഞ്ഞു. ഈ ബഡ്ജറ്റ് മൊത്തത്തിൽ നമ്മളൊന്ന് അവലോകനം ചെയ്താൽ നമുക്ക് പ്രാഥമികമായിട്ട് പറയാൻ സാധിക്കുക ക്ഷേമത്തിലൂന്നിയ ബഡ്ജറ്റാണ്. ജനത്തിന് ഇതുവഴി ഉള്ള ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോഴത്തെ പ്രഖ്യാപനങ്ങൾ വഴി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനൊക്കെയുള്ള പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ അതിൽ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് ആണ്. ഏതാണ്ട് 58 മിനിറ്റ്, കൃത്യമായി പറഞ്ഞാൽ 58 മിനിറ്റ് നീണ്ട ഒരു ബഡ്ജറ്റ് പ്രസംഗമായിരുന്നു ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. ധനമന്ത്രി ഒരുപക്ഷെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്ന് പറയാം. ഈ GSTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരളവുമായി ബന്ധപ്പെട്ട് GST വലിയ തർക്ക വിഷയമായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. അപ്പോൾ GSTയിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ നേട്ടമുണ്ടായി എന്ന് ധനമന്ത്രി വാദിച്ചു. നികുതികൾ ഏകീകരിച്ചതോടെ പല ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞു എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. കസ്റ്റംസ് നികുതിയും ഇറക്കുമതി ചുങ്കവും പരിഷ്കരിച്ചതും ഗുണകരമായി എന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. ഒപ്പം ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഉള്ള വിപുലീകരണ പദ്ധതി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ധനമന്ത്രി വ്യക്തമാക്കി. ക്രിസ്റ്റീന പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ടത് ഈ ഭൗമരാഷ്ട്രീയം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് എന്ന പ്രസ്താവന ധനമന്ത്രിയുടെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകം വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിച്ചു. ഒപ്പം മിഡിൽ ഈസ്റ്റിൽ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി അത് ഇന്ത്യക്ക് വൻ കുതിപ്പ് നൽകും എന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ലോക വ്യാപാരത്തിന്റെ കേന്ദ്രമായി ഈ ഇടനാഴി മാറും എന്ന പ്രഖ്യാപനം അത് ഈ ചൈനീസ് വൺ ബെൽറ്റ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിക്ക് എതിരാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു വിദേശ നയത്തിന്റെ ഒരു അടിസ്ഥാനം എങ്ങനെയായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ എന്നത് വ്യക്തമാക്കുന്നതാണ് ഇത്. ഒപ്പം ഈ ഭൗതികവും സാമൂഹികവും ഡിജിറ്റലുമായ അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരും എന്ന് ധനമന്ത്രി പറഞ്ഞു. ഒരു രാജ്യം ഒരു മാർക്കറ്റ്. രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ബജറ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.